കർത്താവിൽ പ്രിയമുള്ളവരെ, നോമ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. അതേപോലെ തന്നെ നോമ്പാചരണത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടിറ്റുവിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് നോ ഫ്യൂച്ചർ വിതൗട്ട് ഫോർഗീവ്നെസ് എന്നാണ്. അനുരഞ്ജനവും ക്ഷമയുമില്ലാതെ ലോകത്തിന് ഭാവിയില്ല എന്നുള്ളതാണ് അത് അദ്ദേഹം വാദിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ഓർക്കുകയും അവയോട് ഐക്യദാർഢ്യവും താതാത്മ്യവും പ്രകടിപ്പിക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്യുന്ന നോമ്പിൻ നാളുകളിൽ തികച്ചും ചിന്തനീയമായ ഒരു വിഷയമാണ് നോമ്പ് അനുരഞ്ജനത്തിൻ്റെ കാലം എന്നുള്ളത്. യേശുവിൻ്റെ ക്രൂശ് സ്വീകരിക്കൽ മാനവരാശിയോടുള്ള അനുരഞ്ജന പ്രവൃത്തിയാണ്. കൊലോസ്യ ലേഖനം 1-20 പോപ്പ് ബെനഡിക്ട് മാർഗ്രിഗോ പോപ്പിന്റെ വാക്കുകളിൽ, നോമ്പും പ്രാർത്ഥനയും വഴിയായി ദൈവത്തെ മനുഷ്യന്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കുവാൻ നാം ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകുവാൻ ക്രിസ്തുവിൽ ദൈവത്തോട് അനുരഞ്ജനപ്പെടാറുണ്ട്. നോമ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ, ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ലെൻഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശേൽക്കലും സാധ്യമായത് ഒട്ടേറിയ പ്രതിബന്ധങ്ങൾ തകർത്തുകൊണ്ടാണ്. ദൈവമഹത്വത്തിൽ നിന്നും മനുഷ്യപാപങ്ങളുടെ തിന്മയിലേക്ക് ആകാനാവുന്ന യേശു ദൈവികതയും മാനുഷികതയും തമ്മിലുള്ള അതിർവരമ്പുകൾ ഭേദിക്കുകയായിരുന്നു. നിരവധി വിലക്കുകളും ആചാരവിധികളും യേശുവിൻ്റെ ശുശ്രൂഷയിൽ ലംഘിക്കപ്പെട്ടു. മാനുഷികമായി അനുരഞ്ജനപ്പെടുവാനായിട്ട് മനുഷ്യനിർമ്മിതമായ പ്രതിബന്ധങ്ങൾ തകർത്തേ മതിയാവും. ബ്രോക്കൺ ഡൗൺ ഡിവൈഡിങ് വാൾസ് എന്ന പ്രസ്താവന ഒരു ആഹ്വാനം കൂടിയാണ്. കുരിശിന്റെ ശക്തി എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുന്നതാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെയും മതങ്ങളുടെയും സാമൂഹിക വിഘടനങ്ങളുടെയും എല്ലാം അതിർവരമ്പുകൾ ഭേദിച്ചിട്ടുള്ളവയാണ്. സമകാലിക ലോകത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ അസഭാഗമായിട്ടുള്ള വിഘടനത്തിന്റെ പ്രവർത്തനങ്ങൾ തച്ചുടയ്ക്കുവാൻ ഈ നോമ്പ് നമ്മെ വെല്ലുവിളിക്കുന്നു. സാമുദായികമായ ഉണ്മയുടെയും സോഷ്യൽ ഐഡന്റിറ്റി, സാമ്പത്തിക സുരക്ഷിതതയുടെയും എക്കണോമിക് സെക്യൂരിറ്റി, സാംസ്കാരിക സമഗ്രതയുടെയും കൾച്ചറൽ ഇന്റഗ്രിറ്റി, സ്വജനക്ഷേമത്തിന്റെയും പേരിൽ നാം നിർമ്മിച്ചിരിക്കുന്ന സുരക്ഷാ കവചങ്ങൾ ദൈവത്തിലേക്കും സഹജീവികളിലേക്കും എത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളാണ് തിരിച്ചറിയുവാൻ ഈ നോമ്പ് അനുഭവം നമുക്കിടവരുത്തട്ടെ. രണ്ടാമതായിട്ട്, പാലം പണിയുന്ന നോമ്പ് അനുഭവം, ലെൻഡ് ബിൽഡിംഗ് ബ്രിഡ്ജസ്. പ്രേക്ഷിത പ്രവൃത്തിയിലുടനീളം, പ്രത്യേകിച്ച് കുരിശനുഭവത്തിലും യേശു മനുഷ്യനിർമ്മിതമായ പ്രതിബന്ധങ്ങൾ തകർക്കുക മാത്രമല്ല, ഐക്യതയുടെയും സമന്വയത്തിന്റെയും സാധ്യതകൾ നഷ്ടമായി. സ്വകാര്യ തുരുത്തുകളിൽ ചിതറിപ്പോയിരുന്ന അവരെ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്, കൂട്ടിവരുത്തുക എന്നുള്ളതാണ്. ക്രിസ്തു സംഭവം, ക്രൈസ്റ്റ് ഇവന്റ്, മുഴുവനായും അനുരഞ്ജനത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. യേശു യഥാർത്ഥത്തിൽ യേശുവിന്റെ കുരിശനുഭവം ദൈവവും മനുഷ്യനുമായുള്ള ഒരു പാലം തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഈ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ആവരും അധികാരം ദുർവിനിയോഗം നടത്തിയവരും കപട ആധ്യാത്മികത അഭിനയിച്ചിരുന്നവരുമായ മതമനുഷ്യനോട് തിരിഞ്ഞ കുഞ്ഞുങ്ങളെ പോലെ തിരിച്ചു വരണം എന്ന് പറയുന്നു. കുരിശിൽ മരിക്കുന്ന യേശുവിനെ കണ്ട ശതാധിപൻ സാക്ഷിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്തിനായിരുന്നു സത്യം എന്നാണ്. ഇരുപക്ഷങ്ങളെയും ഒന്നാക്കുന്ന അനുരഞ്ജന ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസ സമൂഹമായുള്ള നാം ഓരോരുത്തരും. വ്യത്യസ്ത ആധ്യാത്മിക ബോധ്യങ്ങൾ തമ്മിൽ, അഭിപ്രായങ്ങൾ തമ്മിൽ, വ്യക്തിത്വങ്ങൾ തമ്മിൽ
പാലം പണിയപ്പെടാതെ കുടുംബ സംഘ സഭ സാമൂഹിക തലങ്ങളിൽ സമാധാനവും സഹവർത്തിത്വവും സാധ്യമാകുകയില്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അനുരഞ്ജനം കുരിശിന്റെ മാർഗമാണ്. അതുകൊണ്ട് തന്നെ കുരിശിന്റെ വഴി സ്ഥാപിതമാകുന്ന സമാധാനവും അനുരഞ്ജനത്തിൽ അധിഷ്ഠിതമാണ്. എഫേസ്യ ലേഖനം 2:14 അനുരഞ്ജന മാതൃക ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. There is no future without forgiveness. ക്ഷമയില്ലാതെ ലോകത്തിന് ഭാവിയില്ല. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞ് നിർത്തട്ടെ. ചിലിയുടെയും അർജന്റീനയുടെയും അതിർത്തിയായ ആൻഡീസ് പർവ്വതനിരയിൽ സമുദ്രനിരപ്പിൽ നിന്നും 12,572 ഉയരത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ക്രൈസ്റ്റ് റിഡീമർ എന്ന ഉരുക്ക് പ്രതിമയുടെ നിർമ്മിതിക്ക് പിന്നിൽ ഒരു സത്യമുണ്ട്. ചിലിയുടെയും അർജന്റീനയുടെ തമ്മിൽ നിലനിന്നിരുന്ന അതിർത്തി പ്രശ്നങ്ങൾ അനുരഞ്ജനത്തിലൂടെ പരിഹരിക്കപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന തോക്കുകൾ, പീരങ്കികൾ ഇവയെല്ലാം ഉരുക്കി ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ് ക്രൈസ്റ്റ് ദ റിഡീമർ എന്നുള്ളത്. ഈ നോമ്പാനുഭവം സൃഷ്ടിപരമായിട്ടുള്ള ജീവിതത്തിൽ സാധ്യമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വർഷത്തിന്റെ നോമ്പാനുഭവത്തിൽ നാം പങ്കാളികളാകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സ്വയവർജനത്തിന്റെയും കർത്താവ് അനുരഞ്ജനത്തിന്റെയും അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കൃപകളും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.